ഈശോയിൽ സ്നേഹമുള്ളവരെ, മാലാഖമാരുടെ അപ്പത്തിലേക്ക് സ്വാഗതം. പ്രവേശക പ്രദക്ഷിണത്തെക്കുറിച്ചുള്ള നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ പ്രവേശക പ്രദക്ഷിണം സാങ്ച്വറിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുകയുണ്ടായി. എന്താണ് സാങ്ച്വറി എന്നാണ് ഇന്ന് നമ്മൾ കാണുക. സാങ്ച്വറി എന്ന വാക്ക് വരുന്നത് രണ്ട് ലത്തീൻ പദത്തിൽ നിന്നാണ്. സാങ്ക്ത, ആര്യ. സാങ്ക്ത എന്നാൽ വിശുദ്ധം, ആര്യ എന്നാൽ സ്ഥലം. അപ്പോൾ വിശുദ്ധ സ്ഥലം എന്നാണ് സാങ്ച്വറി എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ വിശുദ്ധ വേദി. നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ ജനങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഉയർന്ന് നിൽക്കുന്ന സ്ഥലം, ഉയർത്തി നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം, അതിനെയാണ് സാങ്ച്വറി. ആ മുഴുവൻ സ്ഥലത്തെയുമാണ് നമ്മൾ സാങ്ച്വറി എന്ന് പറയുക. പൊതുവായി നമ്മളതിനെ അൾത്താര എന്ന് പറയും. പക്ഷെ അൾത്താര എന്നാൽ സാങ്ച്വറിയിൽ കാണപ്പെടുന്ന ആ മേശ മാത്രമാണ് അൾത്താര. സാങ്ച്വറി എന്നാൽ ആ മുഴുവൻ സ്ഥലത്തെയുമാണ് സാങ്ച്വറി എന്ന് പറയുക. സാങ്ച്വറിയിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ദിവ്യബലിയർപ്പണത്തിൽ. അതേറ്റവും പ്രധാനപ്പെട്ടത് അൾത്താര തന്നെയാണ്. മറ്റു പ്രധാനപ്പെട്ട വസ്തുക്കൾ സക്രാരി, വചനപീഠം, ക്രൂശിത രൂപം, അധ്യക്ഷപീഠം, ഉപ അൾത്താര, മറ്റ് വിശുദ്ധന്മാരുടെയോ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയോ തിരുസ്വരൂപങ്ങൾ, ഇവയാണ് സാധാരണയായി നമ്മൾ ഒരു സാങ്ച്വറിയിൽ കാണുന്നത്. എന്താണ് സാങ്ച്വറിയുടെ പ്രാധാന്യം? നമ്മുടെ ദിവ്യബലി അർപ്പണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നടക്കുന്നത് സാങ്ച്വറിയിൽ വെച്ചാണ്. നമുക്കറിയാം, ആദ്യത്തെ ഭാഗം ലിറ്റർജി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയാണ്. അത് നടക്കുക സാങ്ച്വറിയിലെ ആംബോയിൽ വെച്ചാണ്. രണ്ടാമത്തെ ഭാഗം ഈശോയുടെ ഒരു ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ശുശ്രൂഷയാണ്. അത് നടക്കുക സാങ്ച്വറിയിലെ അൾത്താരയിൽ വെച്ചാണ്. പിന്നെ ആമുഖ കർമ്മങ്ങളും സമാപന കർമ്മങ്ങളും, ഇവ രണ്ടും നടക്കുക സാങ്ച്വറിയിലെ അധ്യക്ഷ പീഠത്തിൽ വെച്ചാണ്. ഇത്രയുമാണ് സാങ്ച്വറിയെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇനി സാങ്ച്വറിയിൽ കാണപ്പെടുന്ന ആ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളും എന്താണ് അർത്ഥമാക്കുന്നത് എന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത് അൾത്താര തന്നെയാണ്. ദിവ്യബലി അർപ്പണം ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേവാലയത്തിൽ, നമ്മുടെ ഇടയിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് അൾത്താര. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴെങ്കിലും ദിവ്യബലി അർപ്പണം ആരംഭിച്ചു കഴിഞ്ഞ് നമ്മളെപ്പോഴെങ്കിലും സാങ്ച്വറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാം വായന വായിക്കുവാനോ രണ്ടാം വായന വായിക്കുവാനോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി സാങ്ച്വറിയിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ അൾത്താരയെ നോക്കിയാണ് വണങ്ങേണ്ടത്, അൾത്താരയെ നോക്കിയാണ് കുമ്പിടേണ്ടത്. പലപ്പോഴും നമ്മളത് സക്രാരിയെ നോക്കിയാണ് ചെയ്യുന്നത്. സക്രാരിയെ നോക്കിയല്ല, മറിച്ച് അൾത്താരയെ നോക്കിയാണ് നമ്മൾ ആദരവ് പ്രകടിപ്പിക്കേണ്ടത്. കാരണം അൾത്താര ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. ക്രിസ്തു സഭയുടെ മൂലക്കല്ലാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ സഭയുടെ അടിസ്ഥാന ശിലയാകുന്ന ക്രിസ്തുവിനെ പോലെ നമ്മുടെ സഭയുടെ, ദേവാലയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ശില അൾത്താരയാണ്. അൾത്താരയാണ് ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ സന്നിഹിതനാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനോടുള്ള വണക്കം പോലെ തന്നെ നമ്മൾ അൾത്താരയെയും വണങ്ങേണ്ടിയിരിക്കുന്നു, ക്രിസ്തുവിനെ നമ്മൾ ആദരിക്കുന്നത് പോലെ തന്നെ. പിന്നെ ഓർക്കുക, അൾത്താര എന്നാൽ രണ്ട് പ്രതീകമായിട്ടാണ് നമ്മുടെ ദിവ്യബലി അർപ്പണത്തിൽ, ദൈവശാസ്ത്രത്തിൽ അൾത്താരയെ ഉപയോഗിക്കുക. ഒന്നാമത്തേത് ഈശോയുടെ അന്ത്യ അത്താഴമേശ. എവിടെ വെച്ചാണോ ഈശോ അപ്പം എടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ വീഞ്ഞ് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞത്, ഇതെൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞത്, ആ മേശയുടെ, ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴ മേശയുടെ പ്രതീകമാണ് നമ്മുടെ ദേവാലയത്തിലെ അൾത്താര. കൂടാതെ ഈശോ തന്നെ തൻ്റെ ശരീരം മുറിച്ചു കൊടുക്കുകയും തൻ്റെ രക്തം
ചിന്തിച്ചു കൊടുക്കുകയും ചെയ്ത കുരിശിൻ്റെ ബലി. അപ്പോൾ യേശു തന്നെ ബലിയർപ്പിച്ച കാൽവരിയിലെ കുരിശിൻ്റെ കൂടെ പ്രതീകമാണ് നമ്മുടെ ദേവാലയത്തിലെ അൾത്താര. അപ്പോൾ നമ്മുടെ അൾത്താരയിൽ നടക്കുന്നത് എന്താണ്? ഈശോയുടെ കാൽവരിയിലെ കുരിശിൻ്റെ ബലിയും ഈശോ അന്ത്യത്താഴമേശയിൽ അർപ്പിച്ച അവിടുത്തെ ആ ബലിയും, രണ്ടും ഒരേ ബലി തന്നെയാണ്. ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയും അന്ത്യത്താഴമേശയിൽ അവിടുന്ന് ചെയ്തതും ഒരേ ബലി തന്നെയാണ്. അത് നമ്മോട് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് കൽപ്പിച്ചത് നമ്മൾ അനുസ്മരിക്കുന്നത് നമ്മുടെ അൾത്താരയിൽ വെച്ചാണ്. അൾത്താരയാണ് ദിവ്യബലി അർപ്പണ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറേണ്ടത്. ഇനി സാങ്ച്വറിയിലെ ഓരോ കാര്യങ്ങളും എന്താണ് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. എല്ലാവർക്കും നല്ല ഒരു മതബോധന ന്യായം ആശംസിക്കുന്നു.